ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ILRന് അപേക്ഷിക്കുമ്പോൾ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. എന്നാൽ മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയതിപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ UK-ൽ വന്ന പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ILRനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. കാരണം നമ്മൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നമുക്ക് ILR ലഭിക്കാൻ വേണ്ടിയിട്ട് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ UK, കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയെ പോലെയുള്ള ജനസംഖ്യയൊന്നുമില്ല, പോപ്പുലേഷൻ വളരെ കുറവായിട്ടുള്ള രാജ്യങ്ങളാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പോപ്പുലേഷൻ വേണം. അവരുടെ രാജ്യം വളരണമെങ്കിൽ, രാജ്യത്തിലെ അവർക്ക് വരുമാനം ലഭിക്കണമെങ്കിൽ കൂടുതൽ പൗരന്മാർ അല്ലെങ്കിൽ ടാക്സ് പേഴ്സൺസ് വേണമല്ലേ. നമ്മളെ പോലെയുള്ള ആൾക്കാർ ടാക്സ് കൊണ്ട് തന്നെയാണല്ലോ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് UK, കാനഡ പോലെയുള്ള എല്ലാ രാജ്യങ്ങളും അവർക്ക് PR ആയിട്ട് ILR ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപൊക്കെ വന്ന ശേഷം അവർ ഒരുപാട് മാറ്റങ്ങളാണ് അമേരിക്കയിലും കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാ രീതിയിലുള്ള ഇപ്പോൾ സാമൂഹിക, രാഷ്ട്രീയ, മതപരമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അമേരിക്ക അന്വേഷിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് UK-യിലും മറ്റു രാജ്യങ്ങളിലും ഒരുപാട് സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്.